അസ്സലാമലൈക്കും. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല 12 മാസങ്ങൾ മനുഷ്യരുടെ കാര്യങ്ങൾ നിർവഹണത്തിന് വേണ്ടി നൽകിയിട്ടുണ്ട്. അതിൽ ഏറെ പുണ്യകരവും ഏറെ പ്രത്യേകതയുമുള്ള ഒരു മാസമാണ് റമദാനു ഷരീഫ്. ആ റമദാനു ഷരീഫ് മനുഷ്യൻ്റെ ശാരീരികവും മാനസികവുമായ സകലമാന മ്ലേച്ഛതകളെയും ഉച്ചാടനം ചെയ്യാനും എല്ലാവിധ നന്മകളെയും സന്നിവേശിപ്പിക്കാനുമുള്ള വളരെ പവിത്രമായൊരു മാസമാണ് വിശുദ്ധ റമദാൻ ഷരീഫ്. പല ആളുകളും ചോദിക്കാറുണ്ട്, എന്താണ് റമദാൻ ഷരീഫിൻ്റെ പ്രത്യേകത എന്ന്. ഇത്രമാത്രം പ്രത്യേകതയുണ്ടോ, സകല മറ്റുള്ള മാസങ്ങളെ പോലൊരു മാസം തന്നെയല്ലേ എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട്. എന്നാൽ ധാരാളം പ്രത്യേകതകളും സവിശേഷതകളും അടങ്ങുന്ന വിശുദ്ധ റമദാൻ ഷരീഫിൻ്റെ വളരെ പ്രധാനപ്പെട്ട 10 പ്രത്യേകതകൾ മാത്രമാണ് ഇന്ന് വീഡിയോയിലൂടെ നാം കൈകാര്യം ചെയ്യുന്നത്. ഒട്ടും വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വിശുദ്ധ ഖുർആൻ ഷരീഫ് അവതരിച്ച മാസമാണ് റമദാൻ ഷരീഫ് എന്നുള്ളതാണ് ഈ മാസത്തിൻ്റെ വളരെ വലിയൊരു പ്രത്യേകത. മനുഷ്യന്മാർക്ക് സത്യാസത്യ വിവേചനമായിട്ടും സന്മാർഗമായും അവതരിപ്പിച്ച വിശുദ്ധ ഖുർആൻ ഷരീഫ് മൊത്തത്തിൽ ലോകത്തിന് മൊത്തം വഴികാട്ടിയാണ്. 1000 മാസത്തേക്കാൾ പവിത്രതയുള്ള രാവ് ഈ മാസത്തിലുണ്ട്. മനുഷ്യന്മാരുടെ സകലമാന പ്രവർത്തനങ്ങളെയും നിർണയിക്കുന്ന രാവാണ് ആ രാവ്. ആ രാവ് റമദാൻ ഷരീഫിലായതുകൊണ്ട് തന്നെ ഈ റമദാനിൽ വളരെയധികം പ്രത്യേകതകളുണ്ട്. പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം ഉത്തരം ലഭിക്കുന്ന ദിനരാത്രങ്ങളാണ് ആ റമദാനിലുള്ളത്. മർദിതർ, നോമ്പുകാർ, യാത്രക്കാർ തുടങ്ങിയവരുടെ പ്രാർത്ഥനയ്ക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉത്തരം ലഭിക്കാനുള്ള എല്ലാവിധ സാധ്യതയും ഈ റമദാനിലുണ്ട്. പിശാചുക്കളെ ചങ്ങലയ്ക്ക് ബന്ധിക്കപ്പെടുന്ന മാസമാണ് ഈ മാസം. വിശുദ്ധമായ റമദാൻ ഷരീഫ് സമാഗതമാകുന്നതോടുകൂടെ സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുകയും നരക കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടുകയും ചെയ്യുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യരിൽ ഭക്തി വർദ്ധിക്കുന്ന, തഖ്വ വർദ്ധിക്കുന്ന മാസമാണ് റമദാൻ. റമദാൻ ഷരീഫ് നിങ്ങൾക്ക് നിർബന്ധമാക്കിയത്, നോമ്പ് നിങ്ങൾക്ക് നിർബന്ധമാക്കിയത് നിങ്ങൾ തഖ്വയുള്ളവരായി തീരാൻ വേണ്ടിയാണ് എന്ന് വിശുദ്ധ ഖുർആൻ അടിവരയിട്ട് പറയുന്നു. വിശുദ്ധ നോമ്പും അതുപോലെ ഖുർആൻ ഷരീഫും നോമ്പുകാരന് വേണ്ടി ശുപാർശ ചെയ്യുന്നു. അള്ളാഹുവിനോട് നോമ്പ് പറയും, പടച്ചവനെ, വിഭവസമൃദ്ധമായ രുചികരമായ ഭക്ഷണ പദാർത്ഥങ്ങൾ ഇവൻ ഒഴിവാക്കിയത് എനിക്ക് വേണ്ടിയിട്ടാണ്, നോമ്പിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഇവനക്ക് മോചനം നൽകണമേ. അതുപോലെ വിശുദ്ധ ഖുർആൻ ഷരീഫും ഇവർക്ക് വേണ്ടിയിട്ട് ശുപാർശ ചെയ്യുമെന്ന് പ്രത്യേകം പറയപ്പെടുന്നുണ്ട്. കർമ്മങ്ങൾക്ക് ഇരട്ടി പ്രതിഫലമാണ് ഈ റമദാൻ ഷരീഫിൽ ലഭിക്കുന്നത്. ഒരു സുന്നത്ത് കർമ്മത്തിന് ഒരു ഫറദിൻ്റെ പ്രതിഫലവും ഒരു ഫറദിന് 70 ഫറദിൻ്റെ പ്രതിഫലവും ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. അത് നോമ്പാണെങ്കിൽ അതിന് കണക്കറ്റ പ്രതിഫലവും എക്സ്ട്രാ ലഭിക്കുമെന്ന് വിശുദ്ധമായ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. റമദാൻ ഷരീഫിലെ ഒരു ഉംറയ്ക്ക് ഹജ്ജിൻ്റെ പ്രതിഫലം ലഭിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറയുന്നു, നിങ്ങൾ ആരെങ്കിലും റമദാൻ ഷരീഫിൽ ഒരു ഉംറ ചെയ്തു കഴിഞ്ഞാൽ അവന് എൻ്റെ കൂടെ ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ് ലഭിക്കുക എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. നോമ്പ് അള്ളാഹുവിന് മാത്രമുള്ള അമലാണ് എന്ന് അള്ളാഹു തആല ആധികാരികമായി പറയുന്നു. ഒരു ഖുദ്സിയായ ഹദീസിലൂടെ അള്ളാഹു തആല ഇങ്ങനെയാണ് പറയുന്നത്, എൻ്റെ അടിമ എനിക്ക് വേണ്ടി നോമ്പനുഷ്ഠിച്ചതാണ്, അതുകൊണ്ട് ഞാനാണ് അവനക്ക് പ്രതിഫലം നൽകുന്നത് എന്ന്. ഇവിടെ ഒരു യഥാർത്ഥ വിശ്വാസിക്ക് മാത്രമേ നോമ്പനുഷ്ഠിക്കാൻ കഴിയുകയുള്ളൂ. ഒരു കപട വിശ്വാസിക്ക് ഒരിക്കലും തന്നെ നോമ്പനുഷ്ഠിക്കാൻ സാധിക്കില്ല. നോമ്പനുഷ്ഠിച്ചാൽ സ്വർഗപ്രവേശനം ഉറപ്പാക്കുന്നു. അതെ, വിശുദ്ധമായ നോമ്പനുഷ്ഠിക്കുന്നതിലൂടെ ആ നോമ്പുകാരെ പ്രത്യേകമായിട്ട് വിളംബരം ചെയ്തുകൊണ്ട്, പ്രത്യേകം അടയാളപ്പെടുത്തിക്കൊണ്ട് തന്നെ ഒരു കവാടം സ്വർഗപ്രവേശനത്തിന് നോമ്പുകാർക്ക് തയ്യാറാക്കിയിട്ടുണ്ട്. ആ കവാടത്തിൻ്റെ പേരാണ് റയ്യാൻ എന്നുള്ളത്. റമദാൻ ഷരീഫിൽ പുണ്യകർമ്മങ്ങൾ വാരിക്കൂട്ടുന്ന സജ്ജനങ്ങൾ നമ്മെയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.